ഹലോ, ഇന്ന് നൈറ്റ് റൂട്ടീനാട്ടോ. എനിക്ക് മക്കൾക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കാൻ നേരത്ത് എന്താ കഴിക്കാൻ കൊടുക്കുക എന്നുള്ളൊരു ടെൻഷനാട്ടോ. കാരണം അവർ നമുക്ക് ഒരു പ്രിപ്പയർ ആയി കൊടുക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേറെ എന്തിനോടൊക്കെ ആയിരിക്കും താല്പര്യം. ചിലപ്പോൾ അത് വയറ് നിറയാത്ത സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ മിഠായിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ. അവർക്ക് എന്തെങ്കിലും വയറ് നിറച്ച് കൊടുക്കാനാണല്ലോ നമുക്ക് ആഗ്രഹം ഉണ്ടാകുക. അങ്ങനെ ഞാൻ അവർക്ക് രാത്രിയൊക്കെ ആയാലും ഭയങ്കര ടെൻഷനാണ്. കാരണം എന്താ കഴിക്കുക എന്നുള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചും മറിച്ചുമൊക്കെ പരീക്ഷിച്ച് കൊടുക്കും. എന്നാലും ചിലപ്പോൾ അവർ കഴിക്കും, ചിലപ്പോൾ അവർ കഴിക്കില്ല. അങ്ങനെയാണ് അവരുടെ കഥ. എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെത് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇന്ന് നെയ്ച്ചോറുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. കുറച്ച് നെയ്ച്ചോറായാൽ കറിയൊന്നും വേണ്ട അവർക്ക്. അപ്പോൾ അത് ഇങ്ങനെ കഴിച്ചുകൂടായിരിക്കും എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ആദ്യം കുറച്ച് ചോറ് കൊടുത്തിനു, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് അത് തട്ടി കളഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങിയതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉറങ്ങുമ്പോൾ വാശി പിടിച്ച് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിശപ്പകറ്റണമല്ലോ. അങ്ങനെ ഞാനിതാ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിട്ടോ. അവർക്ക് മാത്രം കുറച്ച് ഉണ്ടാക്കി. ഇനി അത് ഒന്ന് ആറി തണുക്കണം. അപ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളപ്പത്തിന് അരി കുതിർക്കാൻ വെച്ചിരുന്നു. അതൊക്കെ കുതിർന്ന് അരച്ച് വെച്ചാൽ നാളെ രാവിലെ എണീറ്റിട്ട് ഞാൻ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷൻ അതും ഒഴിവായി കിട്ടുമല്ലോ. അപ്പം പറ്റുന്നതും കുറേ പെട്ടെന്ന് റെഡിയാക്കി വെക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ ആ പണി കൂടി കഴിഞ്ഞാൽ എന്നിട്ട് ഫുഡൊക്കെ കൊടുക്കാമല്ലോ. അപ്പോഴേക്കും അത് ആറി തണുക്കല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അരച്ചെടുത്ത് അതിലേക്കുള്ള ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി വെച്ചിട്ട് ഞാൻ ഉപ്പ് തലേന്ന് ഇട്ട് വെക്കും കേട്ടോ. ചിലരൊക്കെ ഉപ്പ് ആ ടൈമിൽ ആവശ്യാനുസരണം ഇടലാണ്. ഞാൻ അന്നേരം ഇട്ട് വെക്കും. പിന്നെ രാവിലെ വന്ന് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയല്ലോ. അങ്ങനെ നല്ലോണം മിക്സാക്കി വെച്ചിട്ട് ഇത് നല്ലോണം അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. സിങ്കിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ചോറൊക്കെ ഒന്ന് ബാക്കി പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ നെയ്ച്ചോറ് ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കുറച്ചൊന്ന് തണുത്ത് വന്നാൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിൽ നിന്ന് ആറി തണുക്കുന്നൊന്നുമില്ല, നല്ല ചൂട് തന്നെ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കുക്കറിൽ നിന്നൊന്ന് മാറ്റിയെടുത്താട്ടോ ചോറ്. കുറച്ചൊന്ന് ഞാൻ കുറച്ച് അലിഞ്ഞ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അവർക്ക് കഴിക്കാൻ സുഖമാണല്ലോ. അതിങ്ങനെ വേവാത്ത ചോറ് കൊടുക്കുമ്പോൾ അവർക്ക് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള ചോറും കാര്യങ്ങളൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി. അതൊക്കെ സിങ്കിൽ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇനി മക്കൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ്. അവർ കഴിക്കില്ലെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ കഴിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എൻ്റെ മക്കൾക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മോളൊക്കെ ചില ടൈമിൽ തുപ്പിക്കളയലാണ്. ഇവർക്ക് കഞ്ഞി ചില ടൈമിലൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി രണ്ടാളെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ. മോൻ ചിലപ്പോഴൊക്കെ വരുള്ളൂ. മോന് ചിലപ്പം ഉമ്മാൻ്റെ അടുത്തൊക്കെയാണ് കിടക്കാറ്. എന്താണെന്നറിയില്ല, ഇന്ന് വരുന്നില്ലെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മോനൊക്കെ മതിയായിട്ടുണ്ട്. ഇനി റൂമിലെത്തി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് രാവിലെ ഒരു തവണ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി മോളെ കുളിപ്പിച്ച് മോളെ ഫസ്റ്റ് ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കളികളാണ് അവളെ. ഇനി മോന് താഴത്തുനിന്ന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ അങ്ങ് അവസാനിപ്പിച്ചിട്ടോ. ഇന്നത്തെ റൂട്ടീൻ ഇതൊക്കെ തന്നെയാണ്. ഇനി വലിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുവരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ.